ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. എല്ലാവരും കൂടിയിരുന്ന് പഴയ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അല്ല, അച്ഛനെപ്പോഴാ സൂര്യമംഗലത്ത് നിന്ന് പോയതെന്ന് രാജു ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുകയാണ്, ഞാൻ മന്ത്രിയായപ്പോൾ ഇനി ആൾക്കാർ ചിലപ്പോൾ വേണുവേട്ടൻ എൻ്റെ ഔദാര്യം പറ്റിയാണ് ജീവിക്കുന്നതെന്ന് ആൾക്കാർ പറഞ്ഞാലോ എന്ന് കരുതി വേണുവേട്ടൻ എന്നിൽ നിന്നും പതിയെ അകലാൻ തുടങ്ങി. ഇത് കേൾക്കുന്ന സരസ്വതി പറയുകയാണ്, എൻ്റെ ഭർത്താവ് എപ്പോഴും വേണുവിനോട് പറയുമായിരുന്നു സ്വന്തമായിട്ട് ഒരു വീട് വേണ്ടത് നിന്റെ ആവശ്യമാണെന്ന്. പക്ഷേ അതും വേണു കേൾക്കില്ലായിരുന്നു. പക്ഷേ ദൈവമെന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കാണാനിടയായി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളുമായി. അച്ഛനും വർമ്മസാറും തമ്മിൽ ഇത്രയേറെ ബന്ധമുണ്ടായിരുന്നോ എന്ന് പ്രിയ ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ അച്ഛൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് രാധമ്മ പറയുന്നു. ഞാൻ മഹാദേവ് വർമ്മ സാറിനെയും പ്രതാപ വർമ്മ സാറിനെയും സ്നേഹിച്ചത് നിങ്ങളുടെ സ്വത്തും പണവും ഒന്നും കണ്ടല്ല, നിങ്ങളുടെ വ്യക്തിത്വം കണ്ടുകൊണ്ടാണ്. അതൊക്കെ കൊണ്ടാകാം എൻ്റെ മകൻ ഇവിടുത്തെ മരുമകനുമായത്. അതേസമയം ഇതൊന്നും കേൾക്കാൻ സാധിക്കാതെ ഋതിക അകത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. തന്റെ മുറിയിലേക്ക് ചെല്ലുന്ന ഋതിക പത്മാവതി തനിക്ക് പണ്ടയച്ച കത്തുകളെല്ലാം തപ്പുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഋതികയ്ക്ക് പത്മാവതി പണ്ടയച്ച ഒരു ലെറ്റർ കിട്ടുകയാണ്. ഇനി ഇതും രാജുവിനയച്ച കത്തിലെ അക്ഷരവും ഒന്നാണോ എന്ന് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് അക്ഷരങ്ങളും വെച്ച് നോക്കുകയാണ് ഋതിക. രണ്ടും ഒരേ കൈയക്ഷരം തന്നെയാണ്. എനിക്ക് അമ്മയെപ്പറ്റി കൂടുതൽ അറിയണം, അതിന് അച്ഛൻ്റെ മുറിയിൽ തന്നെ പോകണം, അവിടുന്ന് ബാക്കിയെല്ലാം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഋതിക പ്രതാപവർമ്മയുടെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ മുറിയിലേക്ക് ചെല്ലുന്ന ഋതിക അലമാര താക്കോൽ ഉപയോഗിച്ച് തുറന്നതിന് ശേഷം അവിടെയുള്ള പുസ്തകങ്ങളെല്ലാം വാരി വലിച്ച് കട്ടിലേക്ക് ഇടുന്നതാണ്. അവസാനം ഋതികയ്ക്ക് അലമാരയിൽ നിന്നും പത്മാവതിയുടെ ഒരു പഴയ ഡയറി കിട്ടുന്നു. അതേസമയം ഋതിക പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. ഇത് പത്മയുടെ ഡയറിയാണ്, പക്ഷേ ഇന്ന് ആദ്യമായിട്ട് എനിക്ക് ഈ ഡയറിയിൽ എൻ്റെ മകളെക്കുറിച്ച് എഴുതാൻ തോന്നുന്നു എന്ന് പ്രതാപൻ എഴുതിയ ഒരു കുറിപ്പായിരുന്നു അതിലുണ്ടായിരുന്നത്. എൻ്റെ അച്ഛൻ എനിക്കായി എഴുതിയ ആദ്യത്തെ വാചകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡയറി നെഞ്ചോട് ചേർത്ത് വെച്ച് വായിക്കുകയാണ് ഋതിക. എൻ്റെ പത്മയെപ്പോലെ അതിസുന്ദരിയായ, അവളെപ്പോലെ അതിമനോഹരിയായ ഒരു കൊച്ചു രാജകുമാരിയായിരിക്കണം എൻ്റെ മകളെന്ന് ഞാൻ ദൈവത്തിനോട് ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അവൾക്കിടാനായി ഞാൻ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന പേരെന്താണെന്നറിയാമോ എന്ന് പ്രതാപൻ പത്മാവതിയോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്ന് പത്മാവതി പറയുന്നു. ഋതിക, അവളെ ഞാൻ എൻ്റെ ജീവനെ പോലെ സ്നേഹിക്കും. അപ്പോ അവളെ പ്രസവിക്കുന്ന എനിക്ക് ഒരു റോളുമില്ലേ എന്ന് പത്മ ചോദിക്കുമ്പോൾ ഇല്ലെന്നും അവള് അച്ഛൻ്റെ മോള് മാത്രമായിരിക്കുമെന്നും പ്രതാപൻ പറയുന്നു. ഇതെല്ലാം വായിച്ചതിനു ശേഷം ഋതിക മനസ്സിൽ പറയുകയാണ്, അപ്പോ ഒരു മകള് വേണമെന്ന് ആഗ്രഹിച്ചതും എന്നെ ആദ്യമായി സ്നേഹിച്ചു തുടങ്ങിയതും എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. ആ ഡയറിയുടെ അടുത്ത താളിലുണ്ടായിരുന്നത് ആദ്യമായി ചെക്കപ്പിന് പോയ ദിവസത്തെയായിരുന്നു. പിന്നീട് ആ ഡയറിയിൽ ഒന്നും തന്നെയില്ലായിരുന്നു. ഇത് കാണുന്ന ഋതിക ആ ഡയറി മാറ്റിവെച്ചതിന് ശേഷം അതിന്റെ ബാക്കി ഭാഗങ്ങൾക്കായി അലമാരയിലെ എല്ലാ പുസ്തകങ്ങളും വലിച്ചു വരിയിടുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് ഋതിക ഡയറി തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് കട്ടിലേക്ക് ഇരുന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ക്യാമ്പ് ഫയറിന് ചുറ്റും ഇരിക്കുന്നതാണ്. ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് ചെല്ലുന്ന പ്രതാപൻ തന്റെ മുറിയുടെ അവസ്ഥ കണ്ട് ആകെ ഞെട്ടലോടെ നിൽക്കുന്നതാണ്. പത്മാവതിയുടെ ഡയറി തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഉറങ്ങുന്ന ഋതികയെ കണ്ട് ദേഷ്യത്തോടെ പ്രതാപൻ മനസ്സിൽ പറയുകയാണ്, അവളുടെ ഡയറി നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഉറങ്ങുകയാണല്ലേ ഋതികയെന്ന് പ്രതാപൻ ദേഷ്യത്തോടെ ഉറക്കി വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണരുകയാണ് ഋതിക. എന്താടി നീ കാണിച്ചിരിക്കുന്നത്? എന്റെ ബുക്കുകളും ഡയറികളും ഒക്കെ തന്നെ പരിശോധിക്കാൻ നിനക്കാരാ അനുവാദം തന്നത്? ഞാൻ നിന്നോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തിയത് നിനക്കെന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനല്ല. ഇത്തരം ധിക്കാരങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ നിനക്ക് പലവട്ടം വാണിംഗ് തന്നിട്ടുള്ളതാണെന്ന് ദേഷ്യത്തോടെ പ്രതാപൻ പറയുമ്പോൾ സോറി പറയുകയാണ് ഋതിക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ നേരം വെളുക്കുമ്പോഴേക്കും നീ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകണം. ഇത് നിന്റെ പേരിലുള്ള വീടായതുകൊണ്ട് നിനക്കിനി അതിന്റെ എന്തെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. തുടർന്ന് ഋതിക കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അച്ഛൻ എന്നോട് ഇത്ര വെറുപ്പാണോ അച്ഛ? പക്ഷേ എന്നെ പോലെ ഒരു മകളുണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അച്ഛനല്ലായിരുന്നു? ഒരു കാലത്ത് അച്ഛൻ എന്നെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്നില്ലേ? ഞാൻ അച്ഛന്റെ പ്രാണനല്ലായിരുന്നു? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാച്ചാ അച്ഛൻ എന്നെ ഇങ്ങനെ ആട്ടിപ്പുറത്താക്കുന്നതും വെറുക്കുന്നതും? അമ്മയും അച്ഛനും തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ലല്ലോ, നിങ്ങൾ തന്നെയല്ലേ? എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛൻ എനിക്ക് ദൈവതുല്യം തന്നെയാണ്. അച്ഛൻ എന്നെ ഇപ്പോൾ വെറുപ്പാണെങ്കിലും പണ്ടച്ഛന് എന്നെ സ്നേഹമായിരുന്നല്ലോ. ആ ഒരു കാര്യം മാത്രം മതി എനിക്കിനി മുന്നോട്ട് ജീവിതത്തിൽ സന്തോഷിക്കാൻ. അത്രയും പറഞ്ഞ് പ്രതാപന്റെ കാലു പിടിച്ച് മാപ്പ് പറഞ്ഞതിന് ശേഷം ഋതിക പുറത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ നിൽക്കുന്ന ഋതികയുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ തിരക്കുന്ന രാജുവിനെയാണ്. മേഡത്തിന്റെ ഗൗരവം ഇപ്പോഴും മാറിയില്ലേ? എങ്കിലേ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് രാജു മുറിയിലേക്ക് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നടന്ന കാര്യങ്ങളോർത്ത് വിഷമത്തോടെ നിൽക്കുന്ന ഋതികയാണ്. അതേസമയം ഋതികയുടെ അടുത്തേക്ക് സരസ്വതി ചെല്ലുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.